ഇനി 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അവൽ പായസം റെഡിയാക്കി എടുത്താലോ. അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് നട്ട്സും കുറച്ച് കിസ്മിസും ഇട്ട് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കണം കേട്ടോ. നട്ട്സും കിസ്മിസും വറുത്ത് കോരിയതിനു ശേഷം നമുക്ക് 1 കപ്പ് അവൽ ഇതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അധിക ടൈമൊന്നും വേണ്ട, ഇട്ട് ഉടനെ ഒന്ന് റോസ്റ്റ് ആയി കിട്ടും കേട്ടോ. ഇട്ട് കരിച്ച് കളഞ്ഞേക്കല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരുപാട് നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. അപ്പോഴത്തേനും ഈ വെള്ളം മൊത്തം നമ്മൾ അവൽ ഊറ്റി കുടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നന്നായിട്ട് കുതിർന്നു വന്ന് ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് 1 കവർ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ നല്ല ലൂസാന്ന് വിചാരിക്കുന്നതാവും, വെറുതെയാണ് അവൽ മൊത്തം ഊറ്റി കുടിക്കും. അതുകൊണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നടച്ചു വെച്ച് 2 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കണം. നല്ല പെട്ടെന്ന് തന്നെ തിളച്ച് വരും കേട്ടോ. ഒരുപാട് നേരിട്ട് വേവിച്ച് കഴിഞ്ഞാൽ വെന്തുടഞ്ഞു പോയി. നമുക്ക് 2 ഏലക്കയും 1/4 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് കഴിച്ച് നട്ട്സും കിസ്മിസും ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ തിരുമ്മിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് അതിന് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ അവൽ പായസം റെഡിയാണ്. സെർവ് ചെയ്തോളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.